ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടി അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തു. ആ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുത്തു. ആദ്യം തന്നെ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചീച്ചായിട്ട് ഒഴിച്ച് കൊടുത്തു. അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. എനിക്ക് ഇവിടെ പൊടി കലക്കാൻ വേണ്ടി വന്നത് 1.25 ഗ്ലാസ് വെള്ളമാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വന്നു. കൂടുതൽ വെള്ളം ഒഴിച്ച് പൊടി ലൂസാക്കിയിട്ടില്ല. നല്ല കട്ടിയിലാണ് പൊടി കലക്കി വെച്ചത്. വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തത് 3/4 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും. വെള്ളരിൻ്റെ ചോറാണ്. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും. ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ്. നല്ല ഫ്രഷ് ആയത് വേണം എടുക്കുകയാണെങ്കിൽ. മിക്സിൻ്റെ ജാറെടുത്ത് എല്ലാം കൂടി 1 ടീസ്പൂൺ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ജാറ് വലുതാണ് എടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. നേരത്തെ കലക്കി വെച്ച പൊടിയുടെ മാവിൽ നിന്ന് ഒരു പകുതിയോളം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം അടിച്ച് എടുത്തു. ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ അടിച്ച് തയ്യാറാക്കി. ബാക്കിയുള്ള പൊടിയും ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തു. അതും കൂടി അടിച്ച് എടുത്തു. വെള്ളപ്പത്തിനുള്ള മാവെല്ലാം ഇവിടെ അടിച്ച് തയ്യാറാക്കി. പൊടി കലക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കലക്കി മൂടി വെച്ച് 1.5 മണിക്കൂർ നേരമാണ് നമ്മളിവിടെ പൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ സമയം 1.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പൊടിയെല്ലാം നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഒരു കയ്യിലെടുത്ത് അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം 1 തരി മാവ് ഒഴിച്ചു. എന്നിട്ട് നല്ലവണ്ണം അത് ചുറ്റിച്ച് കൊടുത്തു. അത് ഒരു ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് അത് മൂടി വെച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെള്ളപ്പം ഇവിടെ റെഡിയായി. വീണ്ടും ചട്ടിയിലേക്ക് എണ്ണ പുരട്ടി 1 തരി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് നല്ലവണ്ണം ചുറ്റിച്ച് എടുത്തു. ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുത്തു. ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് അത് മൂടി വെച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ വെള്ളപ്പം റെഡിയായിട്ടുണ്ട്. ഒരു ചട്ടകം എടുത്ത് അതുകൊണ്ട് അടർത്തി എടുത്തു. ചട്ടി കൊണ്ടുള്ള കാരണം കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചട്ടിയിലേക്ക് എണ്ണ തേച്ച് 1 തരി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം ചുറ്റിച്ച് വെച്ചു. ഹോൾസ് വന്നതിന് ശേഷം ഒരു പാത്രം അതിൻ്റെ മേലെ വെച്ചു. അതും ഇവിടെ നല്ലവണ്ണം
വെന്ത് വന്നിട്ടുണ്ട്. വെള്ളപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരു പൂവിൻ്റെ രീതിയിലാണ്. ചെറിയ മകൾക്ക് ഇതുപോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൂവിൻ്റെ രീതിയിലാണ് ഉണ്ടാക്കി അവൾക്ക് കൊടുത്തത്. അവളെ സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ വെള്ളപ്പം എല്ലാം ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും തയ്യാറാക്കുന്നുണ്ട്. അത് തേങ്ങ അരച്ച് വെച്ച കറിയാണ്. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ വലിയ ജീരകയും 3 ഏലക്കായും 4 കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പുവും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് റോസ്റ്റായ ശേഷം 2 സവാള കട്ട് ചെയ്ത് വെച്ചത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. 3 പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സവാള സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് സോഫ്റ്റായ ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് സോഫ്റ്റായതിൻ്റെ ശേഷം അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ ചിക്കൻ കഴുകി മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. മസാലയും ചിക്കനും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തു. ചിക്കൻ വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് ചിക്കൻ വേവിക്കാൻ വെച്ചു. ഇപ്പോൾ ചിക്കൻ നല്ലവണ്ണം വെന്ത് വന്നു. നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അത് തേങ്ങയും മസാലയും നല്ലവണ്ണം കലക്കി. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം അത് തിളപ്പിക്കാൻ വെച്ച് ഒരു പാത്രം എടുത്ത് മൂടി വെച്ചു. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നു. അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ വെള്ളപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്ക്. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വിവരം എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.